Kid! Yay! Hip hop, happy, happy, boom! Happy Kidinnoppam koodan kuttikootam vannille. Little Zane. No, I'm Smarty Zane. Smarty, Smarty Zane. Naughty Luai. Naughty? Me? Naughty, naughty Luai. Lovely, lovely Lammy. I'm sweetie, cutie Lammy. മഴവിൽ കൊമ്പത്തു ഞാലാടാൻ തലയും കുത്തി മറിഞ്ഞിടാൻ നാൽവർ സംഘം എത്തുന്നിടമോ ഈ ബനാന ഐലൻഡ്, ഈ ബനാന ഐലൻഡ്, ഈ ബനാന ഐലൻഡ്. Happy Kid, Super Kid, Happy Kid, Happy Kid, Happy Kid, Super Kid, Hip hop, happy, happy, boom. Happy Kid. Woo! Happy Kid. Woo! മമ്മ, ഞങ്ങളൊന്ന് പുറത്തു പോയി വരട്ടെ. ഞാൻ ഈ ചെടിയൊന്ന് നനയ്ക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് 3 പേർക്ക് സമയമില്ല. ഇപ്പൊ പുറത്തു പോകാൻ സമയമുണ്ട് അല്ലേ? അത് മമ്മ പുറത്തു പോകാനുള്ളത് കൊണ്ടാ സമയമില്ലാത്തത്. വൈകിട്ട് ഞങ്ങൾ നനച്ചോളാം അമ്മ. ആ എങ്കിലൊക്കെ പോയിക്കോ. അല്ല എവിടേക്കാ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒന്ന് ചുറ്റിയടിച്ചു വരാം. ശരി, സൂക്ഷിച്ചു പോയി വരണേ. ഓക്കേ മമ്മ, ബൈ. ബൈ. അല്ല എവിടേക്കാ പോകുന്നത്? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. നമുക്കൊന്ന് കാട്ടിൽ പോയാലോ? അയ്യോ, കാട്ടിലോ? അവിടെ ആനയും പുലിയും ഒക്കെ ഉണ്ടാവില്ലേ? എന്റെ സെയിം, അതൊക്കെ വലിയ കാട്ടിലാ ഉണ്ടാവുക. നമ്മള് പോകുന്നത് ഇവിടെ അടുത്തുള്ള കുഞ്ഞു കാട്ടിലല്ലേ? അതെ, അവിടെ ഡോഗും ഫോക്സും ഒക്കെ കാണൂ. ശരി, എങ്കിൽ ഞാൻ റെഡി. വിട്ടോ. ഈ ഹാപ്പി കിഡ് എപ്പോ നോക്കിയാലും ഉറക്കമാണല്ലോ. ഹാപ്പി, ഹാപ്പി. എന്താ എന്താ ഇത് എന്തൊരു ഉറക്കമാ? ഞാനൊരു റൗണ്ട് പറന്നു വന്നു. ഓക്കെ, എങ്കിൽ ഒരു റൗണ്ട് കൂടെ പറന്നിട്ട് വാ. ഞാൻ അതുവരെ ഉറങ്ങട്ടെ. പറ്റില്ല, മതി ഉറങ്ങിയത്. എഴുന്നേറ്റ്. ഈ പിങ്കുവിന്റെ ഒരു കാര്യം. എഴുന്നേൽക്ക് ഹാപ്പി. എന്താ പിങ്കു? അതെ, ഞാൻ കുറെ നാളായില്ലേ നമ്മുടെ കൂട്ടുകാരെ കണ്ടിട്ട്. എനിക്കൊന്ന് കാണണം. അതിനെന്താ, നമുക്ക് നാളെ കാണാം. ശരി. ദേ, ഇനിയും ഉറങ്ങാനാണ് പരിപാടിയെങ്കിൽ തല്ല് കിട്ടും കേട്ടോ. നാളെ വേണ്ട, നമുക്ക് ഇന്ന് തന്നെ പോകണം. ഓ, ഈ പിങ്കുവിനെ കൊണ്ട് തോറ്റു. ശരി, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. താങ്ക് യു ഹാപ്പി. വെൽക്കം മൈ പിങ്കു. യെസ്, ഞാൻ ഫ്രഷ് ആയി. എങ്കിൽ നമുക്ക് കൂട്ടുകാരെ തേടി പോയാലോ? പോവാം. അതിനു മുമ്പ് അവർ എവിടെയാണ് ഉള്ളതെന്ന് സെർച്ച് ചെയ്യും. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. അത് ശരിയാ, ഞാൻ നോക്കാം. ഒരു ഫോറസ്റ്റ് ആണല്ലോ കാണുന്നത്. ഇവരിതെന്തിനാ കാട്ടിൽ പോയത്? ചുമ്മാ കറങ്ങാൻ പോയതാവും. അപകടം, അപകടം. എന്ത് പറ്റി ഹാപ്പി? അവരുടെ അരികിലായി ആ കാട്ടിൽ വേറെയും ചില ആളുകളെ കാണുന്നു. അവരുടെ കയ്യിൽ ഗണ്ണുണ്ട്. അയ്യോ, എങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാം ഹാപ്പി. ഷുവർ, വേഗം പോവാം. റെഡി. ഹായ്, എന്ത് നല്ല ഫോറസ്റ്റ്. എനിക്കിഷ്ടായി. അതെ, അടിപൊളി. ലുവായ്, നിനക്കിഷ്ടമായോ? പിന്നെ ഇഷ്ടായെന്നോ? ഒത്തിരി ഇഷ്ടായി. അയ്യോ, കൊള്ളക്കാർ. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ലമി, നമുക്ക് ഓടി രക്ഷപ്പെടാം. അനങ്ങി പോവരുതെന്നാ പറഞ്ഞത്. ഇത് കളിത്തോക്കല്ല. ഒച്ച വെക്കരുത്. വാ, ഞങ്ങളുടെ പിന്നാലെ വാ. വരാൻ. തൽക്കാലം നമുക്ക് ഇവരെ അനുസരിക്കാം. അല്ലെങ്കിൽ കുഴപ്പമാ. ഒരു ചാൻസ് കിട്ടുമ്പോ ഹാപ്പിയെ വിളിക്കാം.
ശരിയാ, അതാ നല്ലത്. നടക്കാനല്ലേ പറഞ്ഞത്? ഞങ്ങളെ എവിടേക്കാ കൊണ്ടുപോകുന്ന അങ്കിൾ? അറിഞ്ഞിട്ട് എന്ത് വേണം? മിണ്ടാതെ നടക്കടാ. ഇനി എന്ത് ചെയ്യും ഹാപ്പി? നമ്മുടെ ഫ്രണ്ട്സിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതെ, രക്ഷിക്കണം. പക്ഷേ സൂക്ഷിച്ചേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അവരുടെ കയ്യിൽ ഗണ്ണുണ്ട്. ഒന്ന് പിഴച്ചാൽ കൂട്ടുകാർ അപകടത്തിലാവും. വെറുതെ പേടിപ്പിക്കാതെ ഹാപ്പി, ഞാനിപ്പോ കരഞ്ഞു പോവും. ദേ പിങ്കു, വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. ശബ്ദം ഉണ്ടാക്കാതെ വാ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. അയ്യോ, ഞങ്ങളെ വെറുതെ വിടൂ അങ്കിൾ, ഞങ്ങൾ പോട്ടെ. കയ്യിൽ കിട്ടിയ ലക്ഷങ്ങൾ വെറുതെ കളയാനോ? നോ, നെവർ. അങ്കിൾ, ഞങ്ങൾ ലക്ഷങ്ങളൊന്നുമല്ല. എന്റെ പേര് സെയ്ൻ, അത് ലാമി, അത് ലുവായ്. മണ്ട, നിങ്ങളെ വിറ്റാൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും. അതെന്തിനാ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? സമയം കളയാതെ ഫോൺ ചെയ്യേ. ഓ, ഞാനത് മറന്നു. ഹലോ, യെസ്, അതെ, 3 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മിടുക്കരാ, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും. കാശുമായി വന്നാ ഇപ്പൊ തന്നെ കൊണ്ടുപോവാം. അരമണിക്കൂറോ? ഓക്കെ ഓക്കെ. ആരാ വരുന്നത്? മിസ്റ്റർ ജിങ്കു. ഓക്കെ. 3 പേരും ഇവിടെ ഇരിക്കെ. അരമണിക്കൂറിനകം നിങ്ങളെ കൊണ്ടുപോവാൻ ആളെത്തും. പ്ലീസ് അങ്കിൾ, ഞങ്ങളെ ആർക്കും കൊടുക്കല്ലേ, പ്ലീസ്. മിണ്ടിപ്പോവരുതെന്നല്ലേ പറഞ്ഞത്? ഇരിക്കേ, ഇരിക്കാൻ. കുട്ടികളെ വാങ്ങാനുള്ള ആൾ ഇപ്പൊ ഇവിടെ എത്തും. അയാളെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. അപകടമാവാതെ സൂക്ഷിക്കണേ ഹാപ്പി കിഡ്. അതൊക്കെ ഞാൻ ഏറ്റു. പിങ്കു ഇവിടെ തന്നെ നിൽക്കും. എന്തായാലും അവർ കൂട്ടുകാരെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. ഞാൻ അല്പ അകലേക്ക് ചെല്ലട്ടെ. ശരി. എന്റെ ഫ്രണ്ട്സിനെ വാങ്ങിക്കൊണ്ടുപോകാൻ വരികയാണല്ലേ? ശരിയാക്കി തരാം. ഒറ്റയടിക്ക് തന്നെ ഇയാളുടെ ബോധം പോയി. ഇനിയാണ് കളി. ഇയാളുടെ ബോഡിയിൽ പ്രവേശിച്ച് എനിക്ക് അവിടേക്ക് ചെല്ലണം. ബാക്കി അവിടെ ചെന്നിട്ട്. അയാള് കൂട്ടുകാരെ കൊണ്ടുപോവാൻ പണവുമായി വന്നല്ലോ. ഹാപ്പി എവിടെ? ഇനി എന്തെങ്കിലും പറ്റി കാണുമോ? വെൽക്കം മിസ്റ്റർ ജിങ്കു. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾ, ലാമി, ലുവായ്, സെയിം. എടാ കള്ളാ, എന്റെ കൂട്ടുകാരെ എനിക്ക് തന്നെ പരിചയപ്പെടുത്തുന്നു. ഞങ്ങളെ വെറുതെ വിടൂ അങ്കിൾ, പ്ലീസ്. ഒന്നും മിണ്ടാതിരിക്കും പിള്ളേരെ. ദാ കാശ്, ഇവരെ പിടിച്ച് ജീപ്പിൽ കയറ്റ്. യെസ് ജിങ്കു, ജീപ്പിൽ കയറാൻ. സെയിം, ലുവായ്, നമുക്ക് ജീപ്പിലിരുന്ന് സ്പിന്നർ കറക്കി ഹാപ്പി കിഡിനെ വിളിക്കാം. നല്ല അനുസരണയുള്ള കുട്ടികൾ. ഓക്കെ, താങ്ക് യു. പറഞ്ഞ പണം മുഴുവനും ഉണ്ട്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. അയ്യോ, എന്റെ ഫ്രണ്ട്സിനെ അയാൾ കൊണ്ടുപോയല്ലോ. പിന്നാലെ ചെല്ലാം. എടോ, പെട്ടി തുറക്ക്. ലക്ഷങ്ങളാ ലക്ഷങ്ങൾ. തുറക്ക്. അതെ, തുറക്കാം. ആ ജിങ്കു നമ്മളെ പറ്റിച്ചു. ക്യാഷിന് പകരം ദേ കല്ലുകൾ. ഇടരുതവന്. ഹലോ സെയിം, ലുവായ്, ലാമി, ഒരു മാജിക് കാണിച്ചു തരട്ടെ? മാജിക്? യെസ്, ദാ കണ്ടോ? ഇതെങ്ങനെ? ഇതിപ്പോ അതാണ് കൂട്ടുകാരെ നിങ്ങളുടെ ഹാപ്പി കിഡ്. വിശേഷമൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് ഫ്രീ ആയി ഒരു ഫൈറ്റ് കാണാം. ഫൈറ്റോ? അതെ, വാ, നമുക്ക് മാറി നിൽക്കാം. ഞാനിത് എവിടെയാ? എന്താ സംഭവിച്ചത്? എന്റെ പണപ്പെട്ടി എവിടെ? ഇതാടാ നിന്റെ പണപ്പെട്ടി. അയ്യോ, എന്റെ പെട്ടി തട്ടിയെടുത്തിട്ട് എന്നെ തല്ലുന്നോ? നിന്നെ ഞാൻ. അവര് തമ്മിൽ തല്ലി കളിക്കട്ടെ, നമുക്ക് പോവാം. ഹാപ്പി കിഡ്. ഹാപ്പി കിഡ്. ക്ഷീണം തൽക്കാലം മതി. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ശരിയാ, ഞാനും ക്ഷീണിച്ചു. നന്നായി വിശക്കുന്നുണ്ടോന്നൊരു സംശയം. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ തീർന്നല്ലോ. വല്ലതും കഴിച്ചാലോ? നമുക്ക് ആ ഡിക്രൂസ് അങ്കിളിന്റെ കൂൾ ബാറിലേക്ക് പോയാലോ?
എനിക്കും വേണം. അവിടെയാണെങ്കിൽ ബനാന ഉണ്ട്, ബനാന ഷേക്കും ഉണ്ട്. അത് നീ തന്നെ കുടിച്ചോ. നല്ല രസികൻ കട്ട്ലറ്റ് കിട്ടും അവിടെ. എനിക്കത് മതി. ശരിയാ, നല്ല മൊരമൊരാന്നിരിക്കും. എനിക്കും കട്ട്ലറ്റ് മതി. ഡിക്രൂസ് അങ്കിളുടെ കട്ട്ലറ്റ് പണ്ടേ ഫേമസാ. എന്നാൽ ഒന്നും നോക്കാനില്ല. ചലോ ചലോ ഡിക്രൂസ് അങ്കിൾ. ആ വരൂ വരൂ കുട്ടികളെ, എന്തൊക്കെയാ കഴിക്കാൻ വേണ്ടത്? ആദ്യം എല്ലാവർക്കും ലൈം ജ്യൂസ്. എനിക്ക് വേണ്ട ലൈം ജ്യൂസ്, എനിക്ക് ബനാന ഷേക്ക് മതി. ഓക്കേ ഡിക്രൂസ് അങ്കിൾ, ഹാപ്പിക്ക് ഒരു ബനാന കേക്ക്. ഹാപ്പി ഇപ്പൊ ശരിക്കും ഹാപ്പി ആയി. ഞങ്ങൾക്ക് കട്ട്ലറ്റ് മതി. എനിക്ക് 3 വേണം കേട്ടോ. കൊതിയൻ, നമ്മുടെ പോക്കറ്റ് മണി കൊണ്ട് ഇതൊക്കെ നടക്കുമോ ആവോ? അതൊക്കെ തികയും. അങ്കിൾ കട്ട്ലറ്റ് എടുത്തോളൂ. ആ അങ്കിളിന് എന്താ വേണ്ടത്? ഒരു ജ്യൂസ് വേണം, ലൈം ആയിക്കോട്ടെ. ആ അങ്കിളെ, ഇതാ ജ്യൂസ്. ഒരു 4 ഗ്ലാസ് കൂടി വേണം, നല്ല ദാഹം. അമ്പടാ, ഈ അങ്കിളാണ് മോശമില്ലല്ലോ. ഇനി എന്തേലും വേണോ? കട്ട്ലറ്റ് എടുത്തോളൂ. 8 എണ്ണം കൂടി എടുത്തോളൂ. എന്റെ അമ്മ, 8 എണ്ണമോ? പാവം, ഒരാഴ്ചയായി വല്ലതും കഴിച്ചിട്ടെന്ന് തോന്നുന്നു. ഇതൊന്നുമല്ല, നല്ല കൊതിയൻ അങ്കിളാ. ഡിക്രൂസ് അങ്കിൾ, ഞങ്ങൾ പോട്ടെ. എത്രയായി? 100 രൂപ. ഓ, കൃത്യം 100 രൂപയല്ലേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു കിട്ടി. വിശപ്പ് തീർന്നു കിട്ടിയില്ലേ? അത് ശരിയാ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈ അങ്കിളിന്റെ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ശരിയാ ശരിയാ. 2 പഴവും വേണം. ദൈവമേ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്നേക്കാൾ വലിയ പഴക്കൊതിയനോ? ചേട്ടന്റെ കട്ട്ലറ്റും ജ്യൂസും വളരെ നന്നായിരുന്നു. വലിയ ഉപകാരം. എന്നാ ശരി, നമുക്ക് കാണാം. പോകാനോ? പൈസ താ. പൈസയോ? എന്ത് പൈസ? അതെ, ഇത്രയും നേരം വെട്ടി വിഴുങ്ങിയില്ലേ, അതിന്റെ പൈസയാ ചോദിച്ചത്. 150 രൂപ. വെട്ടി വിഴുങ്ങാനോ? ആരെന്നോ? കട്ട്ലറ്റും ജ്യൂസും പഴവും എല്ലാം കഴിച്ചില്ലേ, അതിന്റെ പൈസ. ആര് കഴിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ആള് കൊള്ളാമല്ലോ. അതെന്ത് പണിയാ അങ്കിൾ? ഞങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഹാപ്പിക്ക് ഇതൊന്നും കാണുന്നില്ലേ? ഓ, ഒരു ബനാന ഷേക്ക് കുടിച്ചപ്പോഴേക്കും ഹാപ്പി ഉറക്കായി. ചേട്ടാ, ഞാനൊരു രോഗിയാ. എനിക്ക് പ്രത്യേക രോഗമാ, അക്യൂട്ട് അൾഷിമേഴ്സ്. ചെയ്തതൊന്നും ഓർമ്മയുണ്ടാവില്ല. എനിക്ക് നല്ല ഓർമ്മയാ. കാശെടുക്ക്. ഇതെന്താ? ഇത് ഡോക്ടർ സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റാ. ഇതിലുണ്ട് എന്റെ രോഗത്തെ പറ്റി. എന്നെ ഉപദ്രവിച്ചാ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. പറഞ്ഞല്ലോ, ഞാനൊരു പാവം രോഗിയാ. മറവിയും പിന്നെ ഈ കാല് കണ്ടില്ലേ, നടക്കാനും വയ്യ. ശരി, ഈ പാവം പൊയ്ക്കോട്ടെ. അയാളെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലായിരുന്നു. അയാൾ ഒരു രോഗിയും മുടന്തനും ആയിപ്പോയി. അല്ലെങ്കിൽ കാണായിരുന്നു. ഈ ഹാപ്പി കിഡ് ഇതൊന്നും കാണുന്നില്ലേ? ബനാന ഷേക്ക് എല്ലാം കുടിച്ചിട്ട് സുഖമായി ചാഞ്ഞിരുന്ന് ഉറങ്ങുകയാണല്ലേ. ഹാപ്പി ഹാപ്പി, ഹേയ്. എന്താ, എന്തു പറ്റി? ഇവിടെ ഒരു മുടന്തൻ ചേട്ടൻ വന്നത് ഓർമ്മയില്ലേ? ഓ, എനിക്കൊന്നും ഓർമ്മയില്ല, മയങ്ങിപ്പോയി. അത് ശരി, ഹാപ്പി കിഡിന് മൾഷിമാസായോ? അതെന്താ? ഏയ്, ഒന്നുമില്ല. എന്നാ ശരി ചേട്ടാ, ബൈ ബൈ. ബൈ ബൈ. പാവം ഡിക്രൂസ് അങ്കിൾ, കുറെ നഷ്ടം പറ്റി. ആ മുടന്തൻ അങ്കിൾ രോഗിയൊന്നുമല്ല, ഒരു ഫ്രോഡാണെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാ സെയിം പറയുന്നത്, എനിക്കും തോന്നി. ഇനി കളിക്കണോ? ഇന്നിനി കളിയൊന്നും വേണ്ട, എനിക്കൊരു മൂഡില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. ശരി, അതാ നല്ലത്. അറിഞ്ഞോ, നമ്മുടെ ജംഗ്ഷനിലുള്ള ഹോട്ടലില്ലേ, അവിടെ ഒരു സംഭവം നടന്നു. എന്ത് സംഭവം? വയസ്സായ ഒരു അങ്കിള് ഭക്ഷണം കഴിക്കാൻ വന്നത്രേ. അയാളൊരു മുടന്തനുമാണ്. ഓഹോ. 3 പ്ലേറ്റ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനും എന്ന് വേണ്ട സകലതും വെട്ടി വിഴുങ്ങി. എന്നിട്ട് ബില്ല് 700ഓളം രൂപയായി കാണും. ബാക്കി ഞാൻ പറയാം. അയാൾ പൈസ കൊടുത്തില്ല. പിന്നെ പറഞ്ഞു കാണും അയാൾക്ക് മറവി രോഗമാണെന്ന്.
തിന്നതൊന്നും ഓർമ്മയില്ല എന്നതല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഈ അങ്കിൾ ഡിക്രൂസ് അങ്കിളിനെയും പറ്റിച്ചു. അവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പിന്നെ അവന്റെ അടുത്ത് എന്തോ സർട്ടിഫിക്കറ്റ് ഉണ്ട് പോലും. ആ ഉണ്ട്, മറവി രോഗം ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഹാപ്പി ഇതൊന്നും കണ്ടില്ലേ? ഹാപ്പി കിഡ് അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പൊ ഉറപ്പായി അയാൾ ഒരു ഫ്രോഡാണെന്ന്. അല്ല, ചിലപ്പോ ശരിക്കും മറവി രോഗം ഉണ്ടെങ്കിലോ? അല്ല ഗ്രാൻഡ്പാ, അയാൾ ഒരു തട്ടിപ്പുകാരൻ തന്നെയാ. ഇനി നമ്മുടെ ഏരിയയിൽ എന്തെങ്കിലും തട്ടിപ്പവൻ കാണിച്ചാൽ എന്നെ വിളിച്ചു പറയാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി ശരി, എല്ലാവരും പോയി കിടന്നുറങ്ങ. നാളെ രാവിലെ സ്കൂളിൽ പോണ്ടതാ. ഗുഡ് നൈറ്റ് പപ്പാ. ഗുഡ് നൈറ്റ് ഗ്രാൻഡ്പാ. ഹലോ, ആണോ? എന്ത് പറ്റി പപ്പാ? ആ ബേക്കറിയിലെ സ്റ്റാൻലി ചേട്ടനാ. ആ ഫ്രോഡ് അവിടെ ഉണ്ടത്രേ. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു. അവിടെ നിന്ന് മൂക്കുമുട്ടെ കഴിച്ചു കാണും. അതെ, 3 ഫലൂദയും 2 ഗ്രീൻ സലാഡും 2 മിൽക്ക് ഷേക്കും. അയാൾക്ക് 3 വയറുണ്ടെന്ന് തോന്നുന്നു. ഇത് എന്തൊരു ആർത്തിയാ. നമുക്ക് അവിടേക്ക് പോവാം. ലുവായ്, ലാമി, പെട്ടെന്ന് റെഡിയാവ്. സത്യമാണ്, ഞാനൊരു രോഗിയാ. രോഗി ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. നീ ഇന്നലെ ഡിക്രൂസ് അങ്കിളിനെ പറ്റിച്ചില്ലേ? ഏത് ഡിക്രൂസ്? എന്ത് ഡിക്രൂസ്? ആരാണ് ഈ ഡിക്രൂസ്? അയാൾ അങ്ങനെ ഇങ്ങനെയൊന്നും സമ്മതിക്കില്ല. നമുക്ക് പോലീസിനെ വിളിക്കാം. അതെ, അതാ നല്ലത്. പോലീസ് വരട്ടെ. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു എസ്ഐ അങ്കിൾ. എന്താ പ്രശ്നം? ഇയാളാണോ നിങ്ങൾ പറഞ്ഞ ആള്? സാർ, ഇവൻ തന്നെ. എല്ലാ ഹോട്ടലുകളിലും കൂൾബാറിലും കയറി മൂക്കുമുട്ട കഴിക്കും. പൈസ കൊടുക്കില്ല. ഓ, ഓർമ്മയില്ലല്ലോ. അല്ലടാ എസ് ഐ സാർ, ഞാനൊരു പാവമാണ്, ഒരു രോഗിയും. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ഓർമ്മയില്ല. എന്ത് രോഗാ നിനക്കുള്ളത്? എന്താ തെളിവ്? ദൈവമേ, ഇവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കർശനമായ ശിക്ഷ ലഭിക്കൂ അത്രേ. സസ്പെൻഷൻ എങ്ങാനാവോ വേണ്ട, വിട്ടേക്കാം. വായിച്ചില്ലേ സാർ? ശരിയാണല്ലേ. ഈ അങ്കിള് രോഗിയാണ് സാർ. ഇവനൊരു ഫ്രോഡാണ്. ഇവൻ എല്ലാവരെയും മണ്ടന്മാരാക്കുന്നതാ. എന്ത്? അതിനർത്ഥം ഞാൻ മണ്ടനാണെന്നല്ലേ? അല്ല, അയ്യോ, ഞാനതല്ല സർ. ഒന്നും പറയണ്ട, അങ്കിൾ പോയിക്കോ. ഒരു പാവൻ രോഗിയെ എല്ലാവരും ചേർന്ന് ഫ്രോഡാക്കിയല്ലേ? താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എന്നാൽ ശരി, ഞാൻ പോയിക്കോട്ടെ. എല്ലാവരും പിരിഞ്ഞു പോയിക്കോ. ഇവന്റെ മുഖം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഹാപ്പി, എന്തേലും ചെയ്യ്. ആ അങ്കിൾ ഇപ്പൊ പോവും. എന്തെങ്കിലും കണ്ടോ? ഈ അങ്കിളിന് മുടന്തില്ലേ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനൊരു ഡോക്ടറാണ്. ആ രോഗിയെ ഞാനൊന്ന് നോക്കട്ടെ. അങ്കിൾ, ഒന്ന് വരൂ. ശരിയാ, ഭയങ്കര മറവി രോഗമാണ്. അതിപ്പോ ഞാൻ മാറ്റിത്തരാം. അയ്യോ, മുടന്തൊക്കെ പോയോ? പിടിയവന്. ഹാപ്പി, അവനതാ ഓടുന്നു. ഫ്രീസ്. ഇനി ഇത് ആരാണെന്ന് കാണണ്ടേ? ദേ നോക്ക്. നമ്മുടെ ഫ്രെഡി, ഫ്രോഡ് ഫ്രെഡി. നീയാണോ ഈ അങ്കിള്? എടാ കള്ള, നീയായിരുന്നല്ലേ ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചത്. സാർ, ഒന്നും പറയണ്ട, ഒരബദ്ധം പറ്റി. നടക്ക് സ്റ്റേഷനിലേക്ക്. ഒന്ന് ജോലി ചെയ്യാതെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇവന്മാര്. എന്തായാലും താങ്ക് യു ഹാപ്പി കിഡ്, താങ്ക് യു സോ മച്ച്. ഹാപ്പി കിഡ്. ആ നിക്കുവിനെ വെളിയിലെങ്ങും കാണുന്നില്ലല്ലോ. അവിടേക്ക് ചെന്ന് വിളിക്കാൻ ധൈര്യവും ഇല്ല. അവന്റെ മമ്മിക്ക് എന്നെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാ. കണ്ടാ ചിലപ്പോ സ്നേഹം കൊണ്ട് കാലു തല്ലി ഒടിക്കും. എന്തോ ഇപ്പൊ ചെയ്യ? ഒരു വിസിലടിച്ചു നോക്കാം. ഹായ് നിക്കു. ഹായ്, അവിടെ നിൽക്ക്, ഞാൻ വരാം. എന്താ മക്തു കാര്യം? എന്റെ മമ്മി കണ്ടാൽ നിന്നെ കൊല്ലും. അതെന്താ, നിന്റെ മമ്മിക്ക് ആളെ കൊല്ലുന്നതാണോ ഹോബി? എന്നെ ചീത്തയാക്കുന്നത് നീയാണെന്നാ മമ്മി പറയുന്നത്. അല്ല, മമ്മിയെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ മമ്മി പറയുന്നത് നീയാ എന്നെ ചീത്തയാക്കുന്നതെന്നാ. ബെസ്റ്റ്. ആട്ടെ, എന്തിനാ ഇപ്പൊ വന്നത്? നീ വാടാ, നമുക്കൊന്ന് ചുറ്റിയടിച്ചു വരാം. ശരി, കുഴപ്പത്തിലൊന്നും ചാടിക്കരുതേ.
ചുറ്റിയടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? അത് കൊള്ളാം. എടാ വിശന്നിട്ട് വയ്യ, വല്ലതൊക്കെ കഴിക്കാൻ എന്താ മാർഗം ആലോചിക്കുക. മക്കളെ ഒരു ഹെൽപ്പ് ചെയ്യോ? വിരുന്നുകാരുണ്ടായിരുന്നു, റെസ്റ്റോറന്റിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഗ്യാസ് ആണെങ്കിൽ തീർന്നുപോയി. അപ്പുറത്തെ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് പാർസൽ വാങ്ങി വരുവോ? ഫുഡ് ആക്രാന്തം കാണിക്കല്ലേ പ്ലീസ്. ഓ അതിനെന്താ, വാങ്ങി തരാമല്ലോ. എന്താ വേണ്ടത് സുമി ചേച്ചി? 2 ക്രാബ് ഫ്രൈ, പിന്നെ 10 ചപ്പാത്തി. ക്രാ ക്രാ ക്രാ. ഓ ഓക്കെ, കാശിതാ, ഞങ്ങൾ വാങ്ങിത്തരാം. നല്ല മക്കള്. എടാ നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ. ഇവൻ മക്തു, മാഗി ആന്റിയുടെ മകനാ. ഓ മാർഗ്രറ്റിന്റെ. ഇപ്പൊ മനസ്സിലായി. ശരി, ഇതാ കാശ്. പെട്ടെന്ന് വരണേ നിക്കൂ. പിന്നെന്താ, ഹോം ഡെലിവറി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് കിട്ടിയതിന് ലാമിയുടെ ചെലവാ. നന്നായി തട്ടിക്കോ. കാശ് എന്റേതാണെങ്കിലും വയറ് നിങ്ങളുടേതാണെന്ന് ഓർക്കണം. നിന്റേതോ? കാശ് പപ്പയല്ലേ തന്നത്. ഹാപ്പി, ചുമ്മാ ബനാന ഇങ്ങനെ കഴിക്കാതെ വല്ല ബിരിയാണിയും വാങ്ങ്. അയ്യേ, എനിക്കതൊന്നും പിടിക്കില്ല. ഓൺലി ബനാന. ബനാന ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ചിക്കൻ ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. എടാ നിക്കൂ, ഈ ക്രാക്രീക്രോ ഒന്നും അല്ല. ക്രാബ് എന്ന് വെച്ചാ ഞണ്ട്. ഓ അതായിരുന്നല്ലേ, ഞാൻ ഊഹിച്ചു. ഓ ഊഹിക്കും, നീയല്ലേ? ദേ നോക്ക്, മക്തുവും നിക്കും. ശരിയാണല്ലോ, പാഴ്സൽ വാങ്ങാൻ വന്നതാണെന്ന് തോന്നുന്നു. ചേട്ടാ 2 ക്രാബ് ഫ്രൈ, 10 ചപ്പാത്തി. പെട്ടെന്ന് വേണം. ഇവന്മാർക്ക് എവിടുന്നോ നല്ല കാശ് കിട്ടിയിട്ടുണ്ടല്ലോ. ഓ എന്തെങ്കിലും ആവട്ടെ. അതെ, നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നേ? വാ പോവാ, കഴിച്ചു കഴിഞ്ഞില്ലേ? ഹലോ മക്തു, ഇവരിവിടെ ഉണ്ടായിരുന്നോ? പാർസൽ വാങ്ങുകയാണല്ലേ? ഇവിടുത്തെ ഞണ്ട് ഫ്രൈ സൂപ്പറാ. ആ അത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടല്ലേ വാങ്ങുന്നത്. ഓ, ഒരു അഭിപ്രായക്കാരൻ വന്നിരിക്കുന്നു. ഇത് ഞങ്ങളുടെ സ്വന്തം പണം കൊണ്ട് വാങ്ങുന്നതാ. അതെ, സ്വന്തം പണം കൊണ്ട്. ആരും വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതൊന്നുമല്ല. അതെയോ? ശരി, അങ്ങനെയാവട്ടെ, നമുക്ക് പോവാം. വാ. പണക്കാരാ, ഞങ്ങള് പോട്ടെ. ആ മത്തുവിന്റെ സംസാരത്തില് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെ, അച്ഛൻ കട്ടിലിന്റെ അടിയിൽ ഇല്ല എന്ന് പണ്ടൊരു കഥയിലെ കുട്ടി പറഞ്ഞതുപോലെ. ശരിയാ, ഞാനും അത് ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നത് ആരോ കാശ് കൊടുത്ത് ഫുഡ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാണെന്നോ. പക്ഷേ അവന്മാർ അത് വെട്ടി വിഴുങ്ങാനാണ് സാധ്യത. രണ്ടിന്റെയും സ്വഭാവം അത്രയ്ക്ക് ചീത്തയാ. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊന്ന് വാച്ച് ചെയ്യണല്ലോ ലാമി. തീർച്ചയായും വേണം. അവര് വരുന്നു. പെട്ടെന്ന് ഒളിക്കേ. നിക്കൂ, ഇനി താമസിപ്പിക്കേണ്ട. ഞണ്ടിന്റെ മണമടിച്ചിട്ട് കൊതിയടക്കാൻ പറ്റുന്നില്ല. അല്ല മക്തു, ആ ചേച്ചി ഫുഡിന് വെയിറ്റ് ചെയ്യുകയല്ലേ, അവരോട് എന്തു പറയും? അതിനൊക്കെ വഴിയുണ്ടെന്നേ. കാശ് വീണുപോയെന്ന് പറയാം. ഏയ്, ഇതൊന്നും അവർ വിശ്വസിക്കില്ല. വേറെന്തെങ്കിലും പറയേണ്ടി വരും. എങ്കിൽ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഒരു കള്ളൻ വന്ന് കാശ് തട്ടിപ്പറിച്ച് ഓടിക്കളഞ്ഞു എന്ന് പറയാം. അത് കൊള്ളാം. അതെന്തായാലും സുമി ചേച്ചി വിശ്വസിക്കും. അയ്യോ, നമ്മുടെ ആ സുമി ചേച്ചിയാണല്ലേ ഇവന്മാർ പറ്റിക്കുന്നത്. കഷ്ടം തന്നെ. ഹാപ്പി, എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. വെയിറ്റ്, നോക്കട്ടെ. നിക്കൂ, നമുക്ക് 2 ഇല പറിച്ച് അതിൽ വെച്ച് കഴിക്കാം. അടിപൊളിയായിരിക്കും. യെസ്, അത് സൂപ്പർ. ദാ വാഴയില തന്നെ എടുക്കാം. വാ. ഇതു തന്നെ അവസരം. അതെ, അവര് വരുമ്പോഴേക്കും നമുക്കത് കഴിക്കാം. മിണ്ടി പോവരുത്, നിന്റെ തലമണ്ട ഞാൻ പൊളിക്കും. ജേം ഒരു തമാശ പറഞ്ഞതാ ലാമി. അതെ, ഞാനൊരു തമാശ പറഞ്ഞതാ, സത്യമായിട്ടും. ഹാപ്പി കിഡ്, സമയം കളയല്ലേ, എന്തെങ്കിലും ചെയ്യ്. ഹാപ്പി, എന്ത് വിദ്യയാ കാണിച്ചത്? അതൊക്കെ സസ്പെൻസാ മക്കളെ. എന്തൊരു മണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും തിന്നു പോവും. ദേ വരുന്നുണ്ട്, മിണ്ടല്ലേ.
ആ സുമിച്ചേച്ചി ഇപ്പൊ ഗേറ്റിനടുത്ത് നമ്മളെയും കാത്തിരിക്കുന്നുണ്ടാവും. വിരുന്നുകാരാണെങ്കിൽ ഇപ്പൊ ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് കൊതിച്ചിരിക്കുകയാവും. അവരിതാ ഇങ്ങോട്ട് വരുന്നു. ഹലോ മക്തു, എന്താ ഇലയൊക്കെ ആയിട്ട്? ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ. അതെയോ? ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസല്ലേ? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ പാഴ്സലായിട്ട് വാങ്ങിയത്. ഞങ്ങളും വാങ്ങി ക്രാബ് ഫ്രൈയും ചപ്പാത്തിയും. ഓ, ഞങ്ങള് വാങ്ങുന്നത് കണ്ട് കൊതിയായി കാണും. എന്നാ നിങ്ങൾ കഴിച്ചോളൂ, ഞങ്ങള് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഏയ്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിച്ചോ. ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല, ഒരു വീട്ടിൽ ഏൽപ്പിക്കാനുള്ളതാ. ഞങ്ങളും ഒരു വീട്ടിൽ ഏൽപ്പിക്കാൻ. നിക്കൂ. അല്ല, ഒരു വീട്ടിൽ ഏൽപ്പിക്കാനല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ വാങ്ങിയതാ. അത് നിങ്ങളുടെ മുഖം കാണുമ്പോ തന്നെ അറിയാമല്ലോ. അതെ, ഇവരെ കണ്ടാ ശരിക്കും തോന്നും ഈ ഫുഡ് ഇവർക്ക് കഴിക്കാൻ തന്നെ വാങ്ങിയതാണെന്ന്. നമുക്ക് പോവാം ഹാപ്പി. ഇവര് കഴിച്ചോട്ടെ, ഇതാ വീട്ടിൽ കൊടുക്കണ്ടേ. നിൽക്ക്, ഇവര് കഴിച്ചിട്ട് പോവാം. അത് വേണ്ട, നിങ്ങൾ പോയിട്ടേ എന്നാ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ശരി, ബൈ. ബൈ. കഴിച്ചാലോ? ആയില്ല, അവർ കുറച്ചങ്ങോട്ട് എത്തട്ടെ. മക്തു, നിക്കൂ, നിങ്ങളെ ആ സുമി ചേച്ചി അന്വേഷിച്ചിരുന്നു. അയ്യോ, ഏയ്, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അവർക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുകയാണെന്ന്. പോട്ടെ. എന്താടോ നിക്കൂ, അവരുടെ ഒരു അർത്ഥം വെച്ചുള്ള സംസാരം കേട്ട് എനിക്കൊരു ഡൗട്ട്. ഏയ്, നമുക്ക് സുഖമാണോ എന്ന് അന്വേഷിച്ചതല്ലേ, അതിലിപ്പോ ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കഴിക്കാൻ തുടങ്ങാം. അയ്യോ നിക്കൂ, ഞണ്ട് ഞണ്ട്. അയ്യോ, അവന്മാരത് ഫ്രൈ ആക്കാതെയാ തന്നത്. എത്ര നേരമായി അവന്മാർ പോയിട്ട് കാണുന്നില്ലല്ലോ. ദാ ചേച്ചി ഫുഡ്. ആ മക്തൂനിക്കും തന്നു വിട്ടതാ. ഹാവൂ, സമാധാനായി. എന്നിട്ട് അവരെവിടെ? അവര് ഭയങ്കര ബിസിയാ, ഞണ്ടുകളെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ദാ വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഗവേഷണമാ ചേച്ചി, ഗവേഷണം. ഹാപ്പി കിഡ്. ഇതാണ് ഈ ജെയ്മിൻ അവരെടുത്ത് പറഞ്ഞു വിട്ടാനുള്ള കുഴപ്പം. ഫുട്ബോൾ എടുക്കാൻ പോയിട്ട് ഫുട്ബോൾ ഉണ്ടാക്കാനുള്ള സമയമായി. അവനിങ്ങ് വരുന്നേ, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ. അവൻ വരുന്നത് വരെ നമുക്ക് വല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. ഇത് തന്നെ അവസരം. ബോസ് ഒരു പുതിയ തരം ഫുട്ബോൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഇന്നത് പ്രയോഗിക്കണം. വേഗം ചെന്ന് പറയട്ടെ, എനിക്ക് സമ്മാനം തരുമായിരിക്കും. അയ്യോ, നീയോ? അയ്യോ, നല്ല കലക്കൻ സമ്മാനം തന്നെ. ബോസ്, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതായിരുന്നു. ഹാപ്പി ന്യൂസ്. സന്തോഷ വാർത്തയോ? എന്ത്? ആ ഹാപ്പി കിഡും കുട്ടികളും ഗ്രൗണ്ടിനടുത്തിരിക്കുന്നുണ്ട്. അവർ ഫുട്ബോൾ കളിക്കാനുള്ള പരിപാടിയാ. അതിന് ഞാൻ എന്തു വേണം? റഫറിയായി ചെന്ന് നിൽക്കണോ? ബോസാണ് പോലും ബോസ്. ഇങ്ങനെ ഒരു പൊട്ടൻ. എന്താ? എന്റെ ബോസ്, കുട്ടികളെ പിടിക്കാൻ ബോസ് ഒരു പുതിയ തരം ഫുട്ബോൾ കണ്ടുപിടിച്ച കാര്യം മറന്നോ? യെസ് യെസ്, മൈ ഫുട്ബോൾ, മൈ സ്റ്റാച്യു ബോൾ. ഛേ, ഞാനത് മറന്നുപോയി. ഐ ആം സോറി ഫ്രെഡി. കാര്യമറിയാതെ നിന്നെ ഞാൻ തല്ലിപ്പോയി. അത് കുഴപ്പമില്ല, കാര്യം അറിഞ്ഞാലും അല്ലെങ്കിലും തല്ലുറപ്പാണല്ലോ. വെയിറ്റ്, ഞാൻ ആ ഫുട്ബോൾ എടുക്കട്ടെ. ഇതാണല്ലേ ബോസ് ഉണ്ടാക്കിയ ഫുട്ബോൾ. എങ്ങനെയാ ഇതിന്റെ പരിപാടി? വരൂ, കാണിച്ചു തരാം. വരണം മിസ്റ്റർ ഫ്രെഡി. അത് വേണ്ട മിസ്റ്റർ ബോസ്, പരീക്ഷണം വേണ്ട, കാര്യം പറഞ്ഞു തന്നാൽ മതി. നോ, എന്റെ കാര്യം പോക്ക. ഈ ബോളിന്റെ പേരാണ് സ്റ്റാച്യു ബോൾ. ഞാൻ അടിക്കാം, താൻ ഗോളിയായി നിൽക്ക. അത് വേണ്ട, ഞാൻ പഴയ ഫുട്ബോൾ കളിക്കാരനാ, ഞാൻ അടിക്കാം. ബോസ് ഗോളിയായാൽ മതി. പിന്നെ മറഡോണയല്ലേ, മറഡോണ. വന്ന് നിൽക്ക് ഫ്രെഡി. റെഡി, 1 2 3. ബോസ്,
എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, അതാണ് ഫ്രെഡി ഈ ബോളിന്റെ പ്രത്യേകത. അടിക്കിട്ടുന്നവൻ സ്റ്റാച്യു ആവും. അയ്യോ, അപ്പോ എനിക്കിനി പഴയ പോലെ ആവാൻ കഴിയില്ലേ? യെസ്, ഉറപ്പായും കഴിയും. വീണ്ടും ഒരു പെനാൽറ്റി കൂടെ അടിക്കണമെന്ന് മാത്രം. അയ്യോ ബോസ്, എങ്കിൽ അടുത്ത അടി ഒന്ന് പതുക്കെ വേണം പ്ലീസ്. പറ്റില്ല, ശക്തിയിൽ അടിച്ചാലേ റിസൾട്ട് കിട്ടൂ. റെഡി, 1 2 3. അയ്യോ, അവോ തല്ല് കിട്ടിയാൽ എന്താ, ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. വേഗം ബോളുമായി ചെല്ല്. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ബോൾ കൊണ്ട് അവരെ കളിപ്പിക്ക്. അത് ഞാൻ ഏറ്റു ബോസ്. ദാ ഇപ്പൊ തന്നെ പോയേക്കാം. ഹലോ ഫ്രെഡി അങ്കിൾ, ഫുട്ബോൾ കളിക്കാൻ പോവുകയാണോ? തേടിയ വള്ളി കാലിൽ ചുറ്റി. വള്ളിയോ? എവിടെ? ഏയ്, നേരത്തെ ഒരു വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുകയായിരുന്നു. സെയിം ഫുട്ബോൾ കളിക്കാൻ പോവുകയായിരിക്കും അല്ലേ? അതെ, അവരൊക്കെ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാ. അതെയോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എങ്കിൽ ഞാൻ പോട്ടെ. ദാ ഈ ബോൾ എനിക്ക് കളഞ്ഞു കിട്ടിയതാ. വേണമെങ്കിൽ ഇത് കൂടെ കൊണ്ടുപോയിക്കോ. വേണ്ട, ഞങ്ങൾക്ക് കളിക്കാൻ ഈ ബോൾ മതി. ഏയ്, അത് ശരിയാവില്ല. ഈ ബോൾ കൊണ്ടുപോയേ പറ്റൂ. അതെന്താ ഫ്രെഡി അങ്കിൾ അത്രയ്ക്ക് വലിയ നിർബന്ധം? അത് ഞാനിതുവരെ നിങ്ങൾക്ക് സമ്മാനമൊന്നും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് സ്വീകരിക്കണം പ്ലീസ്. ശരി, എങ്കിൽ തന്നോളൂ. താങ്ക് യു. താങ്ക്സ് ഞാനല്ലേ പറയേണ്ടത്? അത് ശരിയാ, എന്നാലും താങ്ക്സ്. വെൽക്കം. ഇനി ഒളിഞ്ഞു നിന്ന് കാണാം. എന്റെ സെയിം, എത്ര നേരമായി പോയിട്ട്? ഇതെന്താ 2 ബോൾ? പറയാം, ഈ ബോൾ ഫ്രെഡി അങ്കിൾ തന്നതാ, നിർബന്ധിച്ച് തന്നതാ. എന്തോ ചതിയുണ്ട്. ഇങ്ങ് തരൂ, നോക്കട്ടെ. ഓ ഗോഡ്, ഇത് സ്റ്റാച്യു ബോളാ. ഇതുകൊണ്ട് ദേഹത്ത് അടി കിട്ടിയാൽ സ്റ്റാച്യു ആയി പോവും. ഹമ്പടാ, നമ്മളെ സ്റ്റാച്യു ആക്കാനുള്ള പരിപാടിയാ. അതൊക്കെ ചിലപ്പോ അയാൾ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടാവും. എന്തായാലും നമുക്കൊരു ഉഗ്രൻ കളി കളിക്കാം. എന്ത് കളി? പറയാം, കേട്ടോ. അവന്മാരിപ്പോ കളി തുടങ്ങും. ദൈവമേ, ഞാൻ കൊടുത്ത ബോൾ കൊണ്ട് തന്നെ അവർ കളിക്കണേ. എന്തായാലും കാത്തിരിക്കാം. നമുക്കിന്ന് ഫ്രെഡി തന്ന ബോൾ കൊണ്ട് കളിക്കാം. എന്താ? യെസ്, ആ നല്ല മനുഷ്യൻ സ്നേഹത്തോടെ സമ്മാനിച്ചതല്ലേ? അതെ അതെ. യെസ് യെസ് യെസ്, അതേറ്റു. എന്റെ ബുദ്ധി ഏറ്റു. ദാ ഈ മാർക്കുള്ള ബോളാണ് നമ്മുടെ ബോൾ. മറക്കരുത്. ഇല്ല, എങ്കിൽ കളി തുടങ്ങാം. ഓരോരുത്തരായി ഗോളിൽ നിന്നോളൂ. ഞാൻ ആദ്യം. അയ്യോ, ഞാൻ സ്റ്റാച്യു ആയല്ലോ. ഇതെങ്ങനെ? അയ്യോ, സെയിം, നമ്മളെ പറ്റിക്കുന്നതാ. ഇനി ഞാനൊന്ന് നിന്ന് നോക്കട്ടെ. ശരി, ലാമി നിൽക്ക്. അയ്യോ, ഞാനും സ്റ്റാച്യു ആയി. ഇതെന്താ ഇങ്ങനെ? ഇവർ 2 പേരും നമ്മളെ പറ്റിക്കാണോ? ആയിരിക്കും. ഇനി ലുബായി ഒന്ന് നിന്നേ. അത് വേണ്ട, ഇനി ഹാപ്പി കിട്ടി നിൽക്ക്, ഞാൻ അടിക്കാം. ഓക്കെ. കാത്തിരുന്ന നിമിഷം വന്നെത്തി. ഹാപ്പി കിട്ടിപ്പോൾ സ്റ്റാച്യു ആവും. ഹാപ്പിയും സ്റ്റാച്യു ആയല്ലോ. ഹാപ്പി കിട്ടി സ്റ്റാച്യു ആയേ. ഞാൻ ജയിച്ചേ, ഞാൻ ജയിച്ചേ. ലുവായ്, കം ഓൺ. എന്ത് കമോൺ? ഇനി ഒരു കമോണും ഇല്ല, എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല ഫ്രെഡി അങ്കിൾ, കഴിയാൻ പോണതല്ലേ ഉള്ളൂ. അടിച്ചോ അടിച്ചോ, ഞാനിതെത്ര കണ്ടതാ. അയ്യോ, ഇതെങ്ങനെ? അയ്യോ, ഫ്രെഡി, ആ ബോൾ താൻ തന്നെ വെച്ചോ. സ്റ്റാച്യു ബോൾ ഞങ്ങൾ കൊണ്ടുപോവാ. അയ്യോ, ചതിക്കല്ലേ. എന്നെ ഒരടി കൂടെ അടിച്ചിട്ട് പോ. ഇപ്പൊ സമയമില്ല, ഞങ്ങൾ നാളെ വരാം. ബൈ. ഫ്രെഡി ഇപ്പോൾ അവരെ സ്റ്റാച്യു ആക്കി കാണും. ഹിയടാ ഹിയാ. മണ്ടൻ, ഇവൻ ഇത്തവണയും കുഴപ്പത്തിൽ ചാടിയല്ലോ. ബോസ്, അത് പിന്നെ നമ്മുടെ സ്റ്റാച്യു ബോൾ അവർ ഒന്നും പറയണ്ട,
ഇങ്ങ് താ എന്റെ സ്റ്റാച്ചു ബോൾ. നിന്നെ നേരെയാക്കിയിട്ട് വേണം 2 പൊട്ടിക്കാൻ. അയ്യോ ബോസ്. ഹാപ്പി കിഡ്. സിനിമയ്ക്ക് പോവണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് നിങ്ങൾ വരുന്നില്ലേ? ദേ സമയം പോവുന്നു. ഒന്ന് വാ മക്കളെ, സിനിമ തുടങ്ങിപ്പോവേ. ഓ സന്തോഷം. ആ സെയിം എവിടെ പോയി കിടക്കുന്നു? അവന്റെ മേക്കപ്പ് കഴിഞ്ഞില്ല മമ്മ. മേക്കപ്പോ? ഇവരെന്താ പറ്റില്ല, ഡാൻസിന് പോവാണ്. എന്തായാലും കാര്യമായി ഒരുങ്ങുന്നുണ്ട്. എന്തൊരു ഗ്ലാമറാ എന്നെ കാണാൻ. ഞാൻ ഇവിടെ എങ്ങും ജനിക്കേണ്ട ആളേ അല്ല. കുറച്ച് ലിപ്സ്റ്റിക് കൂടെ ഇട്ടാലോ? എന്തിനാ ലിപ്സ്റ്റിക് മാത്രാക്കുന്നത്? കുറച്ച് മുല്ലപ്പൂവും കൂടെ ചൂടിക്കോ, ഗംഭീരമാവും. അതെ അതെ. സെയിം അതൊക്കെ അവിടെ വെച്ച് വേഗം വന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ വീടും പൂട്ടി സ്ഥലം വിടുവേ. അയ്യോ ചതിക്കല്ലേ പ്ലീസ്, ഞാൻ എത്തി. മമ്മ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ. പിന്നെ അതല്ല ഇന്നലെ തന്നെ ചെയ്തു. മൊത്തം 4 ടിക്കറ്റ്. ഗുഡ്. ഹാപ്പി കിഡിനെ വിളിക്കാമായിരുന്നു. ശരിയാ, ഇനി പറഞ്ഞിട്ട് എന്താ? അതുമല്ല, നമുക്ക് 4 പേർക്കുള്ള ടിക്കറ്റ് അല്ലേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഹാപ്പി കിഡിന് എന്തിനാ ടിക്കറ്റ്? ഹാപ്പി ഇൻവിസിബിൾ ആയിട്ടല്ലേ വരുന്നത്. ഓ അത് ശരിയാ. അല്ലെങ്കിലും മൂവി കാണാനൊന്നും ഹാപ്പി കിഡിന് താല്പര്യമില്ലെന്നേ. അതെ, ആ സമയം 10 ബനാന എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാൻ പോവും കക്ഷി. റോഡ് ബ്ലോക്ക് ആണല്ലോ. ദേ റൈറ്റിലേക്ക് പോവാൻ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇനി ഇപ്പൊ ചുറ്റി വളയണം. പെട്രോൾ ഉണ്ടല്ലോ മമ്മ. അതൊക്കെ ഉണ്ട്. എങ്കിൽ വണ്ടി പോട്ടെ. റൈറ്റ് റൈറ്റ് റൈറ്റ്. ടൈം ആയോ മമ്മ? ഇതാ ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്പം നേരത്തെ ഇറങ്ങണോന്ന്. ഈ സെയിമിന്റെ ഒരുക്കമാ സമയം നഷ്ടപ്പെടുത്തിയത്. അതിന് ഞാൻ അറിഞ്ഞോ റോഡ് ബ്ലോക്ക് ആയിരിക്കുമെന്ന്. അത് കൊള്ളാലോ. പിന്നെ സെയിം എന്ത് കരുതി? നമുക്ക് പോവാൻ വേണ്ടി റോഡെല്ലാം ഫ്രീ ആയി കിടക്കുമെന്നോ? ലാമി നീയും. ആ ഞാനും ഈ കാര്യത്തിൽ ലുവായുടെ സൈഡാ. അവന്റെ ഒരു മേക്കപ്പ്. ആ മതി മതി, ഇനി അതും പറഞ്ഞു വഴക്കു വേണ്ട. അത് മമ്മ പപ്പ പറഞ്ഞിരുന്നു എവിടെയെങ്കിലും പോകുമ്പോ നന്നായി ഒരുങ്ങി ഇറങ്ങണമെന്ന്. അതുകൊണ്ടാ ഞാൻ. ബെസ്റ്റ്. ഇപ്പൊ പപ്പയുടേതായി കുറ്റം. ഈ സെയിം എപ്പോഴും എങ്ങനെയാ? അയ്യോ മമ്മ, ഈ വഴിയും ബ്ലോക്ക് ആണല്ലോ. ഇടത്തോട്ട് പോവാൻ എഴുതി വെച്ചിരിക്കുന്നു. നാശം, എന്തൊരു കഷ്ടാണിത്. ഇനി എന്താ ചെയ്യാ? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. മമ്മ വേഗം വിട്. യെസ് മമ്മ, വേഗം വേഗം. ഓക്കെ. ഇതേതാ സ്ഥലം? നമുക്ക് വഴി തെറ്റിയോ? അയ്യോ എനിക്ക് പേടിയാവുന്നു മമ്മ. അയ്യോ ഇത് ഫോറസ്റ്റ് ആണല്ലോ. ഇവിടെ ടൈഗർ ഉണ്ടാവോ? വെറുതെ പേടിപ്പിക്കാതെ സെയിം. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. എന്തായാലും അല്പം കൂടി മുന്നോട്ട് പോയി നോക്കാം. ചിലപ്പോ മെയിൻ റോഡിൽ കയറാൻ പറ്റിയാലോ? ലാമി ടൈഗർ വന്നാലോ? അയ്യോ എന്താ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ലുവായി പറഞ്ഞതാ കറക്റ്റ്. ഒന്നും മിണ്ടാതിരുന്നേ. മൈ ഗോഡ്, റോഡ് അവസാനിച്ചല്ലോ. എന്തോ കുഴപ്പമുണ്ട് മമ്മ. ആരോ നമ്മളെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയതാ. അനങ്ങിപ്പോവരുത്. അനങ്ങിയാൽ 4നെയും തട്ടിക്കളയും. അയ്യോ മമ്മ, ഞാൻ പറഞ്ഞില്ലേ ഇത് ട്രാപ്പാണെന്ന്. പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? പണം. പണമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അയ്യോ എന്റെ കയ്യിൽ അധികം പണമൊന്നും ഇല്ല. കള്ളം പറയുന്നോ? കൊല്ലും ഞാൻ. ആൻസർ. കൈ ഉയർത്ത് വേഗം. ഇതെന്തിനാ നമ്മൾ കൈ ഉയർത്തുന്നത്? അനങ്ങിപ്പോവരുത്, നീ കൊന്നുകളയും. നമുക്ക് ഹാപ്പി വിളിച്ചാലോ? അതിന് സ്പിന്നർ എടുക്കണമെങ്കിൽ കൈ താഴ്ത്തണ്ടേ? എന്തെങ്കിലും ഒരു നമ്പർ ഇട്. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. അങ്കിൾ, ഞങ്ങൾക്ക് ബോറടിക്കുന്നു. കുറച്ചു നേരം സ്പിന്നർ കറക്കി കളിച്ചോട്ടെ. സ്പിന്നർ കറക്കാനോ? നിങ്ങൾ കൊള്ളാമല്ലോ.
പിള്ളേരുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. കളിച്ചോ കളിച്ചോ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ആഹാ, പാട്ടുപാടി കളിക്കുകയാണോ? ഹായ്. അയ്യോ, ഇതാരാ? ഇത് എവിടുന്ന് വന്നു? ഇതാണ് ഞങ്ങളുടെ ഹീറോ, ദ റിയൽ ഹീറോ, ഹാപ്പി കിഡ്, സൂപ്പർ കിഡ്. ഏതാ ഈ കോമാളികൾ? കോമാളികളോ? ഞങ്ങളോ? എടാ പീറ ചെറുക്ക, ഞങ്ങൾ കൊള്ളക്കാരാണ്, കൊള്ളക്കാർ. ഹാൻഡ്സ് അപ്പ്. ഓഹോ, മമ്മയെയും എന്റെ കൂട്ടുകാരെയും കെണിയിൽ പിടുത്തി ഇവിടെ എത്തിച്ചതാണല്ലേ? പറഞ്ഞത് കേട്ടില്ലേ? ഹാൻഡ്സ് അപ്പ്. കൊല്ലും ഞാൻ. അയ്യോ ഹാപ്പിയെ ഒന്നും ചെയ്യല്ലേ. അതെ ചേട്ടന്മാരെ, നിങ്ങൾ ആരാണെന്നാ പറഞ്ഞേ? കൊള്ളക്കാർ, കൊള്ളക്കാരാണ് ഞങ്ങൾ. പിന്നെ കൊള്ളക്കാര്. വാട്ടർ ഗണ്ണും പിടിച്ചു നിൽക്കുന്ന കൊള്ളക്കാരെ ഞങ്ങൾ ആദ്യമായിട്ടാ കാണുന്നേ. ഇതോ ഇത് അസൽ ഗണ്ണ. ഇതിന്റെ കാഞ്ച് വലിച്ചാൽ അതോടെ നീ ക്ലോസ്. ഹാപ്പി, അത് ഒറിജിനൽ ഗണ്ണാ. അല്ലെന്നേ, ഇത് വാട്ടർ ഗണ്ണാ. എങ്കിൽ ഇതാ ഇപ്പൊ തന്നെ പരീക്ഷിച്ചു കളയാം. എടുക്ക്, വേഗം വേഗം. അങ്ങനെ വഴിക്ക് വാ. പൊളിച്ചല്ലോ. ഇപ്പൊ ശരിക്കും ഹീറോ ആയത് നീയാ. അതെ, ശരിക്കും ഹീറോ. അത് വാട്ടർ ഗൺ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യമേ രണ്ടിനും ഞാൻ ഇടിച്ചിട്ടേനെ. അത് വാട്ടർ ഗൺ അല്ല, ഒറിജിനൽ തന്നെ ആയിരുന്നു. അയ്യോ. ഹാപ്പി കിഡ്. നിക്കു, ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം. എന്റെ രൂപം ടോട്ടൽ ചേഞ്ച് ആവണം. ആ ലാമി ലുവായി എല്ലാം കണ്ടാൽ ഹാപ്പി കിഡ് ആണെന്നേ പറയാവൂ. അത് ഞാനേറ്റു മക്തു. ഹാപ്പി കിഡ് പോലും നിന്നെ കണ്ട തിരിച്ചറിയില്ല. അതുപോലെ മതി, ധാരാളം മതി. നീ വേഗം പെയിന്റ് അടിക്ക്. കഴിഞ്ഞു. ഇനി ആ മാസ്ക് കൂടെ വെച്ചാ മതി. എവിടെ മാസ്ക്? ദാ ആ ഷെൽഫിലുണ്ട്. ആഹാ, ഇതുകൂടെ വെച്ചാ പിന്നെ മക്തു കറക്റ്റ് ഹാപ്പി കിഡ് ആയിരിക്കും. എങ്ങനെയുണ്ട് നിക്കു? അടിപൊളിയാണോ? വാവ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്. റിയലി? സംശയമുണ്ടെങ്കിൽ കണ്ണാടിയിൽ പോയി നോക്ക് മക്തു. വാവ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിക്കു. ഇത് ശരിക്കും ഞാൻ തന്നെയാണോ അതോ ഹാപ്പി കിഡോ? വാവ്, വാട്ട് എ ചേഞ്ച്. അതെ, ഈ വേഷം കെട്ടിയിട്ട് എന്താ പരിപാടി? ഫാൻസി ഡ്രസ് മത്സരത്തിന് പോവുകയാണോ? അതൊന്നുമല്ല നിക്കു. ഈ രൂപം വെച്ച് നമുക്ക് ലാമി ലുവായ് സെയിം ടീമിനെ ഒന്ന് പറ്റിക്കണം. ഒത്താൽ ഇന്ന് വയറ് നിറയെ ചിക്കൻ ബിരിയാണി കഴിക്കാം. അതെ, കിട്ടുന്നതിൽ പാതി എനിക്ക് തരണം. ഞാനാ ഈ കോലത്തിൽ നിന്നെ മാറ്റിയത്. അതൊക്കെ എനിക്ക് അറിയാം നിക്കു. കിട്ടുന്നത് 50-50. ഓക്കേ ഓക്കേ. ലാമി, ആദ്യമേ പറഞ്ഞേക്കാം, 6 അടിച്ചാൽ ഔട്ടാണേ. നീ പേടിക്കണ്ട ലുവായ്, ഞാൻ 4 അടിക്കും. റെഡി, ബോൾ ചെയ്യ്. ഞാൻ 4 അടിച്ചേ. എന്റെ ലാമി, 4 അല്ലേ അടിച്ചത്, അല്ലാതെ ലോട്ടറി ഒന്നുമല്ലല്ലോ. ഇതിനാണോ ഇങ്ങനെ തുള്ളുന്നത്? കഷ്ടം.
പറ്റില്ലല്ലോ. അടിച്ചവർ ബോൾ എടുക്കണം. ലാമി ബോൾ എടുക്ക്. അത് പറ്റില്ല. വാ, നമുക്ക് 3 പേർക്കും പോയി തിരയാം. ഈ ലാമി എപ്പോഴും ഇങ്ങനെയാ. കുറ്റിക്കാട്ടിലേക്ക് ബോൾ അടിക്കും, എടുത്തു കൊണ്ടുവരാൻ മടിയും. ശരി, വാ നമുക്ക് തിരയാം. ഇവിടെ എങ്ങും ഞാൻ ബോൾ കാണുന്നില്ല. ഞാനും കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? പേടിക്കണ്ടെന്നേ, ഞാനില്ലേ ഇവിടെ. അതാരാ? കേട്ടിട്ട് ആ മക്തൂന്റെ ശബ്ദം പോലെയുണ്ട്. ശരിയാ, ആ മക്തൂന്റെ വോയിസ് തന്നെയാ. അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അവനെ കൂടെ തിരയണോ? എനിക്ക് വയ്യ. അവന് നമ്മൾ എന്തിനാ തിരയുന്നത്? സെയിം മക്തു എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ബോൾ തിരയാം. കറക്റ്റ്. തുടക്കം തന്നെ നീ കുളമാക്കി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ ശബ്ദം കേട്ടാൽ ഇത് മക്തുവാണെന്ന് അവർ തിരിച്ചറിയില്ലേ? അത് നീ മറന്നോ? അയ്യോ, അത് ശരിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പണിയേ ചെയ്യാനുള്ളൂ. നീ സ്കൂളിൽ മിമിക്രി മത്സരത്തിലൊക്കെ 1ാം സ്ഥാനം വാങ്ങിയ ആളല്ലേ? അതെ, ഞാൻ പൂച്ചയുടെയും പട്ടിയുടെയും ശബ്ദം മിമിക്രി ചെയ്യും. പിന്നെ ട്രെയിനും. മണ്ണാങ്കട്ട മക്തു, ഇതൊന്നുമല്ല ഇവിടെ വേണ്ടത്. നീ ഹാപ്പി കിഡിന്റെ ശബ്ദത്തിൽ വേണം സംസാരിക്കാൻ. അയ്യോ, അതൊന്നും എനിക്ക് പറ്റില്ല. എങ്കിൽ ഈ വേഷം കെട്ടി വല്ല സർക്കസിലും പോ, അതാ നല്ലത്. പ്ലീസ് അങ്ങനെ പറയല്ലേ. അവിടെ ചിക്കൻ ബിരിയാണി ഒന്നും കിട്ടില്ല. ദൈവമേ, ഇങ്ങനെ ഒരുത്തനെ ആണല്ലോ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത്. ഞാനിപ്പോ എന്താ വേണ്ടത്? ഹാപ്പി കിഡിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതെ, അത് തന്നെ. വെയിറ്റ്, ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. മക്തു, ഇനിയെങ്കിലും ഈ വികൃതിയൊക്കെ ഒഴിവാക്കി നല്ല കുട്ടിയായി ജീവിക്കും കേട്ടോ. യെസ്, വോയിസ് കിട്ടി. ഹാപ്പി കിഡിന്റെ വോയിസ് കിട്ടി. അതെയോ? എങ്കിലൊന്ന് മിമിക്രി ചെയ്ത് കാണിക്കേ. മക്തു, ഇനിയെങ്കിലും ഈ വികൃതിയൊക്കെ ഒഴിവാക്കി നല്ല കുട്ടിയായി ജീവിക്കും കേട്ടോ. വാവ്, സൂപ്പർ സൂപ്പർ മക്തു. നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതെയോ? ചുമ്മാ, അത്രയ്ക്ക് നന്നായൊന്നുമില്ല. അതെന്നെ, മക്തു ഒരു മിമിക്രി വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടാൽ അത് വൈറലാവും, ഉറപ്പാ. വയറിൽ അവിടെ നിൽക്കട്ടെ. ആദ്യം വയറിൽ എന്തെങ്കിലും ഇടാനുള്ള വഴി നോക്കാം. എങ്കിൽ ചെല്ല് വേഗം. ദാ അവരുടെ ബോൾ, ഇതും കൊണ്ട് ചെല്ല്, ഒരു പഞ്ച് കിട്ടും. പഞ്ച് മൂക്കിനിട്ട് കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങ് താ. എനിക്ക് വയ്യ ലാമി തിരയാൻ. മതിയായി. ഇനി പുതിയ ബോൾ വാങ്ങിട്ട് നാളെ കളിക്കാം. ശരിയാ, എനിക്കും മടുത്തു. എന്നാലും ആ ബോൾ എങ്ങോട്ട് പോയി? എങ്ങും പോയിട്ടില്ല കൂട്ടുകാരെ. ദാ നിങ്ങളുടെ ബോൾ. ഹലോ ലാമി, ലുവൈസിം. ഇതെന്താ ഇന്ന് എല്ലാവരുടെയും പേര് വിളിക്കുന്നത്? അതെ, സാധാരണ ഹലോ ഫ്രണ്ട്സ് എന്നല്ലേ വിളിക്കുക. ചളമായോ? അത് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെന്ന് കരുതി. ഹാപ്പി എന്താ വിളിക്കാതെ വന്നത്? മനസ്സിലായി, ബനാന കഴിക്കാൻ വന്നതാണല്ലേ. ബനാനയോ? ആർക്ക് വേണം ബനാന? എനിക്ക് ചിക്കൻ ബിരിയാണി മതി. ചിക്കൻ ബിരിയാണി. എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം. ദുഷ്ടോ, ഒന്നോ? അപ്പൊ ഞാൻ എന്ത് കഴിക്കും? എനിക്ക് തരാതെ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള പരിപാടിയാണോ? വീട്ടില്ല ഞാൻ. ഹാപ്പി, ഐ ആം ജോക്കിംഗ്. ഈ ഹാപ്പി ഇന്ന് ഫുൾ ചേഞ്ച് ആണല്ലോ. തമാശ കളയോ ഹാപ്പി. വാ, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. വേണ്ട, നമുക്ക് ആദ്യം ജംഗ്ഷനിലെ ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിക്കാം. ലാമി, എന്തോ കുഴപ്പമുണ്ട്. അതെ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എനിക്കും തോന്നുന്നു. നമുക്കൊന്ന് സ്പിന്നർ കറക്കി നോക്കിയാലോ? ഈ ഹാപ്പി ഒറിജിനൽ ആണോന്ന് അറിയാലോ. ശരി, സ്പിന്നർ എടുക്ക്. ഇതെന്താ? ബിരിയാണി വാങ്ങി തരാതെ നിങ്ങൾ സ്പിന്നർ കറക്കി കളിക്കാൻ പോവാണോ? ഹായ്, നല്ല പാട്ട്, ഉഗ്രൻ പാട്ട്. ഒറിജിനൽ ഹാപ്പി വന്നു. ഹലോ ഫ്രണ്ട്സ്, ഇതേതാ വേറൊരു ഞാൻ. പണി പാളി. നിക്കൂ, വിട്ടോടാ. സംഗതി പൊളിഞ്ഞു. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എടാ കള്ള, എന്റെ വേഷത്തിൽ വന്ന് എന്റെ ഫ്രണ്ട്സിനെ പറ്റിക്കുന്നു. അയ്യോ, വീട്, എന്റെ വീട്, എന്റെ വീട്. മക്തു, നിനക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് തരാതെ ഒറ്റയ്ക്ക് തിന്നാൻ നോക്കിയതല്ലേ? കിട്ടുന്നതിൽ പാതി തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ? ഓ, അതായിരുന്നല്ലേ പ്ലാൻ. നിക്കു, അവിടെ നിൽക്ക്. ഇവന് കൊടുക്കുന്ന തല്ലിന്റെ പകുതി നിനക്ക് തന്നേക്കാം. അയ്യോ. ഹലോ, ബിരിയാണി കഴിച്ചാലോ? വേണ്ട, എന്നെ പോവാൻ അനുവദിച്ചാ മതി. ഈ വേഷവും മാസ്കും എല്ലാം എവിടുന്ന് സംഘടിപ്പിച്ചു?
എന്തായാലും സംഗതി ഉഷാറായിട്ടുണ്ട്. ഇവനെ എന്ത് ചെയ്യണം നിങ്ങൾ പറയും. 2 തല്ല് കൊടുത്ത് വിട്ടേക്ക്. അയ്യോ നമുക്കവനെ നാട് കടത്തിയാലോ? എന്റെ അമ്മേ, അയ്യോ. അതൊന്നും വേണ്ട. ഒന്നുമില്ലേലും ഇവൻ നമ്മുടെ നാട്ടുകാരനും ക്ലാസ്മേറ്റും ഒക്കെ അല്ലേ. അതെ, താങ്ക് യു സീം, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇവനെ കൈയും കാലും കെട്ടി വെള്ളത്തിൽ മുക്കി മുളക് പൊടി തേച്ച് വെയിലത്തുണക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. ദേ ഇവന്റെ ബോധം പോയി. ഐഡിയ, ഒരു പണിയുണ്ട്. എന്താ? ഇപ്പൊ കണ്ടോ? ഹായ് മൊബൈൽ ഫോൺ. ഹലോ യെസ്, ഡഗ്ലസ് ഹിയർ. മിസ്റ്റർ ഡഗ്ലസ്, ഞാൻ നിങ്ങളുടെ ഒരു വെൽ വിഷറാണ് സംസാരിക്കുന്നത്. ഹായ്, ഹാപ്പി മിമിക്രി കാണിക്കുന്നു. മക്തൂന് മാത്രമല്ല നമ്മുടെ ഹാപ്പിക്കും അറിയാം മിമിക്രി. പറയൂ, എന്താണ് കാര്യം? നിങ്ങളുടെ ശത്രു ഹാപ്പി കിഡ് പ്ലേ ഗ്രൗണ്ടിൽ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. വേഗം വന്ന് എടുത്തുകൊണ്ട് പോയിക്കോ. ഫ്രെഡി, കമോൺ കമോൺ. വാ, ഒളിക്കാം. അവരിപ്പ എത്തും. ഹാപ്പി കിഡ്, എടുത്തു വണ്ടിയിലിടും ഫ്രെഡി. യെസ് ബോസ്. അവിടെ ചെന്നാൽ മക്തൂന് ചിക്കൻ ബിരിയാണി ഉറപ്പാ. ഹാപ്പി കിഡ്.